കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന വയനാട് മാനന്തവാടി മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വീഴ്ചകളുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF സ്ഥാനാർത്ഥി ഉഷ വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മാനന്തവാടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി സജീവമാണ് UDF സ്ഥാനാർത്ഥി ഉഷ വിജയൻ. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വയനാട് മെഡിക്കൽ കോളേജിന്റെ സൗകര്യക്കുറവുകളടക്കം ചർച്ചയാക്കിയാണ് പ്രചാരണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ശ്രമമെന്നും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഉഷ വിജയൻ പറഞ്ഞു. കാർഷിക മേഖലയിലും പട്ടികവർഗ ഉന്നതികളിലും വന്യവർഗ സംരക്ഷണവും മെഡിക്കൽ കോളേജും ഈ 4 കാര്യങ്ങൾ എടുത്താണ് പ്രചരണ പരിപാടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യത്തോടുകൂടി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത്യാധുനിക സൗകര്യത്തോടു കൂടി മാനന്തവാടി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് UDF അധികാരത്തിൽ വന്നാൽ ആലോചിക്കുന്നത്. വിജയപ്രതീക്ഷയിലാണ് UDF പ്രവർത്തകരും. ഈ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകി ജീവിക്കുന്ന വയനാട്ടിലെ ജനത്തിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സർക്കാർ എന്ന് മാത്രമാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ശക്തമായി കർഷകരുടെ ഒരു പിന്തുണയോട് കൂടിയിട്ട് ഇവിടെ ഉഷ വിജയൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഞങ്ങൾ ഒന്നായി ഉച്ചത്തിൽ പറയുകയാണ്. ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിജയപ്രതീക്ഷയിൽ വളരെയധികം വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത്. 2005 മുതൽ പാർലമെന്ററി രംഗത്ത് സജീവ സാന്നിധ്യമായ ഉഷ വിജയൻ നിലവിൽ ദ്വാരക പഞ്ചായത്ത് അംഗമാണ്. കഴിഞ്ഞ 2 തവണയും മണ്ഡലത്തിൽ വിജയിച്ച OR കേളു തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥിയായി P ശ്യാംരാജും മത്സര രംഗത്തുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.